ഡൽഹി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പരിപാടി ഇപ്പോൾ കൊല്ലത്ത് നടക്കുകയാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ്, കേന്ദ്ര സർക്കാർ സ്ഥാപനം നിലയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കടന്നുള്ള പ്രതിഷേധമാണ്. ആ ദൃശ്യങ്ങളിൽ സംഘർഷാവസ്ഥയുണ്ടോ? വിവരങ്ങൾ എന്താണ്? നിലവിൽ സംഘർഷാവസ്ഥയുണ്ട്. സംഘർഷാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. എന്നാൽ ബാരിക്കേഡിന്റെ മുകളിൽ കൂടി പ്രവർത്തകർ കയറുകയും അവർ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് എത്തുകയുമാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന വാതിൽ ഇപ്പോൾ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഒരു സുരക്ഷാ കവചം തീർത്തിട്ടുണ്ട്. എങ്കിൽ പോലും അതിനകത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഡൽഹിയിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഒപ്പം തന്നെ നേതാക്കന്മാർക്ക് മർദ്ദനമേറ്റ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് നടത്തിയുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തി ഇടിച്ചിരിക്കുന്നത്. ഇപ്പോൾ DCC വൈസ് പ്രസിഡന്റ് അരുൺ രാജ് അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സ്ഥിതിവിശേഷമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അവരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതായത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. മുദ്രാവാക്യം വിളിച്ച് തള്ളിച്ചേരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഒരു സംഘർഷാന്തരീക്ഷം അവിടെയുണ്ട്. പോലീസ് ബാരിക്കേഡിന് മുകളിലൂടെ ഓഫീസിനുള്ളിലേക്ക് കയറിയാണ് ഇപ്പോൾ പ്രതിഷേധം.